ഓക്കെ, നമ്മൾ കഴിഞ്ഞത് a⁻n b⁻2n ആണ്. അപ്പോൾ നമ്മൾ വരച്ചത് കറക്റ്റായിരുന്നു. പക്ഷേ അതിനകത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്നിനിപ്പോൾ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ a⁻2 b⁻4 എന്നാണ്. അതായത് 2a-ക്ക് 4b. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ട്രാൻസിഷൻസ് ഒരുമിച്ച് ചെയ്യുന്നത്. ഒരു a ചെയ്യുമ്പോൾ 2b ചെയ്യണം, അടുത്ത എക്ക് 2b. അങ്ങനെയാണ് ട്രാൻസിഷൻസ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ എക്സാമ്പിൾ എഴുതിയപ്പോൾ എ ബി 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 എന്നേ പറഞ്ഞോളൂ, ഒരു ബിയും കൂടി ഉണ്ട്. അത് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് വായിച്ചോളൂ. ബാക്കി ചെയ്തതെല്ലാം കറക്റ്റ് തന്നെ. ഒരു എക്ക് നമ്മൾ 2bയുടെ ട്രാൻസിഷൻസാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചെയ്ത എ ബി ബി ബി, അതായത് 3b വരുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചാൽ a⁻n b⁻n+1 എന്ന് പറയുമ്പോഴാണ് ഒരെണ്ണം കൂടുതൽ വരുന്നത്. ഓക്കെ, ഈ 2n എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എ എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി ബികൾ വരും. ഇപ്പോൾ 2a കൊടുത്തു കഴിഞ്ഞാൽ 4bകൾ വരും. ഞാനവിടെ 3b ഉള്ളൂ. പക്ഷേ എക്സ്പ്ലനേഷനകത്ത് അത് കറക്റ്റാണ്. ഒരു എക്ക് 2b വെച്ച് റീപ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. ഫിഗർ വരച്ചത് നമ്മൾ അതിൻ്റെ ട്രാൻസിഷൻസ് എഴുതിയതും ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ ആദ്യം എ ബി 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 എന്നാണ്, 3b ആണ് കൊടുത്തേക്കുന്നത്. അവിടെ 4 വെച്ചാക്കി റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു എ ചെയ്യുമ്പോൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 2b അറ്റ് എ ടൈം എന്ത് ചെയ്യുക, ബ്ലാങ്ക് ആക്കുക. വീണ്ടും ലെഫ്റ്റിൽ വന്നിട്ട് ഒരു എയെ ചേഞ്ച് ചെയ്ത് റൈറ്റിലേക്ക് പോവുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, വീണ്ടും തിരിച്ച് വരുമ്പോൾ 2b ഒരുമിച്ച് ബ്ലാങ്ക് ആക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്ര എകൾ വന്നു കഴിഞ്ഞാലും ഒരു എക്ക് എന്ത് ചെയ്യുക, റൈറ്റിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ഒരു എക്ക് 2b റീപ്ലേസ് ചെയ്ത് ബ്ലാങ്ക് ആക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ a⁻n b⁻n+1 ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം കോൺസെപ്റ്റ് എല്ലാം സെയിം തന്നെ. എയുടെ എണ്ണം എന്തായിരിക്കും, b. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്ക് 2 ബ്ലാങ്ക് കൊടുക്കും. പിന്നെ എല്ലാം സെയിം ഈക്വൽ നമ്പർ ഓഫ് എസും ഈക്വൽ നമ്പർ ഓഫ് ബീസും തന്നെ വരും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, a⁻n b⁻n+1 അത് വേണമെങ്കിൽ നമ്മൾ 2aയും 3bയും വെച്ച് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് a⁻n b⁻n പകരം നമുക്ക് എന്ത് എഴുതാം, 0⁻n 1⁻n. സെയിം തന്നെയാണ്. എക്ക് പകരം 0യും ബിക്ക് പകരം 1 ഉള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്യാം. അതുപോലെ a⁻n b⁻2n പകരം നമുക്ക് എന്ത് എഴുതാം, 0⁻n 1⁻2n. അതും സെയിം മെത്തേഡ് തന്നെയാണ്. അതുപോലെ a⁻n b⁻n+1 പകരമായിട്ട് 0⁻n 1⁻n+1. ഓക്കെ, ഞാനിപ്പോൾ എക്കും ബിക്കും മാത്രമുള്ളതാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് അതിനകത്ത് 0യും 1ഉം വരുന്നത് മാറ്റിക്കോണം. അപ്പോൾ അതനുസരിച്ച് ഒരു ചെറിയ ചേഞ്ച് എന്താണ്, ആ 0 വരുന്നിടത്ത് 1 വരുന്നിടത്ത് ബി വരുന്നിടത്ത് 1, എ വരുന്നിടത്ത് 0, ബി വരുന്നിടത്ത് 1, ആ രീതിയിൽ റീപ്ലേസ് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കി സെയിം ടെക്നിക്ക് അത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്. a⁻n b⁻n അതേ ടെക്നിക്ക് തന്നെയാണ് 0⁻n 1⁻n. വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന ആൽഫബറ്റ്സ് വ്യത്യാസപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ എഴുതുമ്പോൾ അവിടെ 0യും 1ഉം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേമാതിരി ഏതൊരു ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് a⁻n b⁻n എഴുതുന്നതിന് എന്തും കൂടി ആക്കി എഴുതണം. നിങ്ങൾ 0ലും 1ലും ഉള്ളതും കൂടി ചെയ്ത് നോക്കണം. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പം 0 അല്ലെങ്കിൽ 1 വെച്ചിട്ടാണ് ചെയ്യാൻ തരുന്നതെങ്കിൽ നിങ്ങൾ എയും ബിയും പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ അത് റീപ്ലേസ് ചെയ്തില്ല, എയിലും ബിയിലും തന്നെയാണെങ്കിൽ ക്വസ്റ്റ്യൻ അവർ നോക്കൂല, വെട്ടിക്കളയും. അപ്പോൾ അതുകൊണ്ട് എക്കും ബിക്കും കൊടുക്കുന്ന അതേ സ്ഥാനത്ത് 0യും 1ഉം കൊടുത്തും ചെയ്ത് നോക്കുക കേട്ടോ. മിക്കവാർക്കും ഉള്ളവർക്ക് തെറ്റുന്നതാണ്. എയും ബിയിലും വെച്ച് പഠിച്ചുകൊണ്ട് പോകും, പക്ഷേ 0യും 1ഉം ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എഴുതത്തില്ല. അപ്പം അതുകൊണ്ട് അത് നോക്കിക്കൊള്ളണം നിങ്ങൾ കറസ്പോണ്ടിങ് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ട്യൂറിംഗ് മെഷീൻസ്. ഇനി ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മുടെ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഡിവൈസിൽ ട്യൂറിംഗ് മെഷീൻസ് എങ്ങനെയാണ്, ഇപ്പോൾ കമ്പ്യൂട്ടർ അതുപോലെയുള്ള ഡിവൈസസിനകത്തൊക്കെ ട്യൂറിംഗ് മെഷീൻസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്തത് പഠിക്കേണ്ടത്. ഓക്കെ,
ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ എ ട്യൂറിംഗ് മെഷീൻ ടു കമ്പ്യൂട്ട് വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. അത് ശരി, വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൺസ് കോംപ്ലിമെൻറ്റ് ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്, ഇപ്പോൾ 1011 എന്ന് പറയുന്ന ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത്? 1 കാണുന്നിടത്ത് 0 കൊടുക്കുക, 0 കാണുന്നിടത്ത് 1 കൊടുക്കുക. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 0100. അപ്പോൾ 1011 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? 0100. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ട്യൂറിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? ഇതേ നമ്മൾ സ്റ്റാർട്ടിങ് എന്താണ് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് 0 മേടിച്ചു. Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് 0 മേടിച്ചു. അപ്പോൾ നമുക്ക് എന്താ വരേണ്ടുന്നത്? ബ്ലാങ്ക് ആക്കുകയല്ല ചെയ്യുന്നത്. എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്? വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാത്തിനെയും ബ്ലാങ്ക് ആക്കി വെച്ചാൽ ആൻസർ കിട്ടുകയില്ല. നമ്മൾ പറയുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ബ്ലാങ്ക് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം വൺസ് കോംപ്ലിമെൻറ്റ്? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താണ് Q0 നിന്നുകൊണ്ട് Q0 നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേറ്റിലേക്ക് പോയിട്ട് ആ 0യെ എന്താക്കണം? നമ്മൾ 1 ആക്കി റൈറ്റിലേക്ക് പോവാം. ഓക്കെ, ആദ്യം Q0 നിന്ന് 0 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് നമ്മൾ ഏതാ 011 എന്നാണെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഏതെടുക്കുന്നോ അതനുസരിച്ച്. അപ്പോൾ Q0 നിന്ന് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Q1 1R. ഇനി ഇൻ കേസ് Q0 നിന്നപ്പോൾ നമുക്ക് 1 ആണ് വരുന്നതെങ്കിൽ Q1 0R എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ എ വന്നു കഴിഞ്ഞാൽ BR എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? എയെ ബ്ലാങ്ക് ആക്കി റൈറ്റിലേക്ക് പോവുക. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞാൽ 0 കാണുകയാണെങ്കിൽ ആ 0യെ 1 ആക്കി റൈറ്റിലേക്ക് പോവുക. ഇൻ കേസ് 1 ആണ് കാണുന്നതെങ്കിൽ അതിനെ 0 ആക്കി റൈറ്റിലേക്ക് പോവുക. ദെൻ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ Q1 തന്നെ നിന്നുകൊണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാം. അല്ല എങ്കിൽ Q2 1R. അപ്പോൾ ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇനി നമ്മൾ അടുത്തത് വീണ്ടും Q2 കേസ് എഴുതേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് Q1 നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? 0 വന്നു കഴിഞ്ഞാൽ 1 എടുത്ത് റൈറ്റിലേക്ക് പോവുക. ദെൻ Q1 നിന്നുകൊണ്ട് 1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? Q1 തന്നെ 0 റൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റിൽ വെച്ച് റിപ്പീറ്റ് ചെയ്യാത്തത് നമ്മൾ ആദ്യത്തെ ഇപ്പോൾ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വേണമെങ്കിലും വരാം. അപ്പോൾ അതിനകത്ത് തന്നെ കിടന്ന് കറങ്ങുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Q0യും Q1 എന്ന് പറയുന്ന 2 സ്റ്റേറ്റിലേക്ക് വന്നു. ആ 2 സ്റ്റേറ്റിലും ഒന്നിൽ 0 വന്നു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്റായ 1 എടുക്കുക. 1 ആണ് വരുന്നതെങ്കിൽ 0 എടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ഇനി ഇതല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വച്ചിട്ട് തന്നെ ചെയ്യാം. ഇത് ജനറൽ കേസാണ്. ഇപ്പോൾ ഏത് വന്നാലും ചെയ്യാൻ പറ്റും. ഇതല്ലാതൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 1011 എന്ന് പറയുന്ന ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. Q0 നിന്നുകൊണ്ട് 0 കൊടുത്തപ്പോൾ എന്താവണം? നമ്മൾ Q0 തന്നെ നിന്നുകൊണ്ട് 11 എന്ന് പറയുന്നതാക്കി റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ഇതായിട്ട് തോന്നും. 11R 0 എന്ന് പറയുന്നതിനെ 11 എന്ന് പറയുന്നതാക്കി. അപ്പോൾ അതിനെ വെച്ച് റീപ്ലേസ് ചെയ്യുക. അത് വേണ്ട, അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ Q0 നമ്മൾ നേരത്തെ ചെയ്ത അത് തന്നെ. Q0 0 ആണെങ്കിൽ 1 വെച്ചാക്കി റൈറ്റിലേക്ക് പോവുക. 1 ആണെങ്കിൽ 0 ആക്കി റൈറ്റിലേക്ക് പോവുക. ദെൻ Q1 നിന്നുകൊണ്ട് നമ്മൾ Q1 ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കറസ്പോണ്ടിങ് അതിൽ തന്നെ. ഇനി അല്ല Q1 ചേഞ്ച് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? Q0 നിന്ന് 0 ചേഞ്ച് ചെയ്താൽ Q0
1R. Q0യിൽ നിന്ന് 1 ആയാൽ Q1 1R. എന്നിട്ട് അത് എന്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ 4 സ്റ്റെപ്പ് നമ്മൾ എഴുതിയത് നമുക്ക് 2 സ്റ്റെപ്പിലും കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ എഴുതുന്നത് Q1 എന്ന് പറയുന്നത് യൂസ് ചെയ്യുകയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഡെൽറ്റ ഓഫ് Q1B ഇസ് ഈക്വൽ ടു QFB/R. കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് B. ഇതല്ല എങ്കിൽ നമ്മൾ Q0യിലാണ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യും? ഡെൽറ്റ ഓഫ് Q0B എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ QFB/R കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നേരത്തെ എഴുതിയ 4 സ്റ്റെപ്പിനെ കൺവേർട്ട് ചെയ്ത് ഡെൽറ്റ ഓഫ് Q00 ആണെങ്കിൽ Q01R, ഡെൽറ്റ ഓഫ് Q1 ആണെങ്കിൽ Q00R, ദെൻ ഡെൽറ്റ ഓഫ് Q0B ആണെങ്കിൽ QFB/R. ഈ 3 സ്റ്റെപ്പിലും ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ബൈനറി നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളതിൻ്റെ ID എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഇൻപുട്ട് 011 എന്ന് പറയുന്നതിൻ്റെ ID ആണ് എഴുതുന്നത്. നിങ്ങൾ യൂസ് ചെയ്തതിൻ്റെ ID നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 011ൻ്റെ ID ആണ് എഴുതുന്നതെങ്കിൽ Q0011B. ദെൻ ആദ്യം എന്ത് ചെയ്തു? 1 ആക്കി, ഈ 0യെ കൺവേർട്ട് ചെയ്ത് 1 ആക്കി Q011B. അടുത്തത് എന്ത് ചെയ്തു? ഈ 1നെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 10 Q01B. ഇനി അടുത്ത 1 കണ്ടു കഴിഞ്ഞാൽ 100 Q0B. ഇനി ബ്ലാങ്ക് കണ്ടു കഴിഞ്ഞാൽ 100 BQF. ഇതാണ് ആ ഒരു ഇതിൻ്റെ കറസ്പോണ്ടിങ് ID എന്ന് പറയുന്നത്. ID എന്താണ്? ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ആ കറസ്പോണ്ടിങ് ഒരു ഇത് വന്നു കഴിഞ്ഞാലുള്ള കേസ് നമ്മൾ എഴുതാം. ഇനി അതേപോലെ ഏതും എഴുതാം നമുക്ക്. അതായത് ഇപ്പോൾ ലോഗ് ബേസ് ടു n എന്ന് പറയുന്നത് 2ൻ്റെ പവറാണെങ്കിൽ ലോഗ് ബേസ് ടു n കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ട്യൂറിംഗ് മെഷീൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും.